ഹലോ ഗേസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ CCB ലേണിംഗ് മലയാളം. നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912. നമുക്ക് 1912 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ടിനെ പറ്റി പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. 1904 നിയമം വായ്പാ സഹകരണ സംഘങ്ങൾക്ക് മാത്രമായിരുന്നു ബാധകമായിരുന്നത്. സഹകരണ പ്രസ്ഥാനം വളർന്നതോടെ മറ്റ് തരത്തിലുള്ള സഹകരണ സംഘങ്ങൾക്കും നിയമപരമായ ഒരു അംഗീകാരം ആവശ്യമായി വന്നു. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ടിൻ്റെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പാസ്സാക്കി. 1912 മാർച്ച് 1 നിലവിൽ വന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. 1912 മാർച്ച് 1 ആക്ട് 2 ഓഫ് 1912 എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഇതിനും ഒരു റൂളും ഇല്ല, 50 സെഷൻസ് മാത്രമേ ഉള്ളൂ. ഗോഡ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇന്ത്യ എന്നും ഇതറിയപ്പെടുന്നു. ഈ നിയമം നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെപ്പറ്റി നമുക്കിനി പഠിക്കാം. ലക്ഷ്യങ്ങൾ: സഹകരണ പ്രസ്ഥാനം വിപുലീകരിക്കുക, വായ്പാ സംഘങ്ങൾക്ക് പുറമെ മറ്റ് സഹകരണ സംഘങ്ങൾക്കും അംഗീകാരം നൽകുക, സഹകരണ സംഘങ്ങളുടെ കാര്യമായ പ്രവർത്തനം ഉറപ്പാക്കുക. അടുത്തതായി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഒന്നാമത്തേത്, വായ്പാ സംഘങ്ങൾക്ക് പുറമെ ഉപഭോക്തൃ, ഉത്പാദന, വിപണന, ഭവന സഹകരണ സംഘങ്ങൾക്കും രജിസ്ട്രേഷൻ അനുവദിച്ചു. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിക്കാൻ അനുമതി നൽകി. സഹകരണ യൂണിയനുകൾ രൂപീകരിക്കാൻ അവസരം നൽകി. രജിസ്ട്രേഷൻ്റെ അധികാരങ്ങളും ചുമതലകളും കൂടുതൽ വ്യക്തമാക്കി. നമ്മൾ 1904 നിയമം വായ്പാ സഹകരണ സംഘങ്ങൾക്ക് മാത്രമായിരുന്നെങ്കിൽ 1912 നിയമം എല്ലാ തരത്തിലുള്ള സഹകരണ സംഘങ്ങൾക്കും അംഗീകാരം നൽകുന്നതായിരുന്നു.